എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബട്ടൂരയാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ബട്ടൂര ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റോടു കൂടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കാണെങ്കിലും വിരുന്നുകാർ വീട്ടിൽ വരുമ്പോഴും നമുക്ക് ധൈര്യത്തോടു കൂടി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ് ബട്ടൂര. ഇത് ചിക്കൻ കറിയുടെ കൂടെ ആയാലും മുട്ട റോസ്റ്റിൻ്റെ കൂടെ ആയാലും ഏത് കറിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. ബട്ടൂര നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. മൈദ വെച്ച് ഉണ്ടാക്കിയെടുക്കാം, ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കിയെടുക്കാം. വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊറോട്ട കഴിക്കാറില്ല, നമ്മൾ വീറ്റ് പൊറോട്ട ഗോതമ്പ് പൊടി വെച്ചുള്ള പൊറോട്ടയും കഴിക്കാറുണ്ട്, മൈദ വെച്ചുള്ള പൊറോട്ടയും കഴിക്കാറുണ്ട്. പക്ഷേ ടേസ്റ്റ് ഏതിനാണ് ഏറ്റവും കൂടുതൽ? മൈദ വെച്ചുള്ള പൊറോട്ടയല്ലേ. എന്നാൽ ഗോതമ്പ് പൊടി വെച്ചുള്ള പൊറോട്ടയും കുഴപ്പമില്ല അല്ലേ എന്ന് പറയുന്ന പോലെയാണ് ബട്ടൂര. നമ്മൾ മൈദ വെച്ചുണ്ടാക്കുമ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മൈദ വെച്ച് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. ഞാനിവിടെ ഗോതമ്പ് പൊടി വെച്ചാണ് ഈ ബട്ടൂര ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എടുക്കുന്ന സാധനങ്ങൾ 250 ml കപ്പിൽ 2 കപ്പ് ആട്ട എടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി 2 കപ്പാണ് ഞാൻ എടുക്കുന്നത്. 2 കപ്പ് ആട്ടയ്ക്ക് 2 ടേബിൾ സ്പൂൺ റവ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാണെങ്കിൽ വറുത്ത റവയാണ് ഞാനിവിടെ എടുക്കുന്നത്. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഈ റവയാണെങ്കിൽ വെള്ളത്തിലൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അന്നേരം 2 കപ്പ് ആട്ടയ്ക്ക് 2 ടേബിൾ സ്പൂൺ റവ എന്ന അളവാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആട്ടയിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുകയാണ്. അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതിലോട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒരിക്കലും കൂടിപ്പോവരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ ബട്ടൂര വറുത്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതൊന്ന് ശ്രദ്ധിക്കണം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ബേക്കിംഗ് പൗഡറാണ് ഇവിടെ എടുക്കുന്നത്. അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണേൽ ബേക്കിംഗ് സോഡയാണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഏതെങ്കിലും ഓയിൽ ഒഴിച്ച്, വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ ഏതെങ്കിലും ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഉണ്ടെങ്കിൽ നിങ്ങൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ 10 മിനിറ്റ് റവ മാറ്റി വെച്ചിരുന്നല്ലോ, ആ റവ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. ആ റവ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് റവയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് കൈ കൊണ്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കല്ലേ. ഈ തൈരിൻ്റെയും ഓയിലിൻ്റെയും എല്ലാം ഒരു നനവുണ്ടല്ലോ, ആ നനവിൽ തന്നെ നല്ലതായിട്ട് ആട്ടയും കുഴച്ചെടുക്കണം. എന്നിട്ട് ബാക്കി നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്കൊക്കെ എങ്ങനെ കുഴച്ചെടുക്കുന്നത് ആ രീതി നമുക്കിതിനെ കുഴച്ചെടുക്കണം. വെള്ളം ഒരിക്കലും കൂടിപ്പോവരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബട്ടൂര പൊങ്ങി വരത്തില്ല. അതുകൊണ്ട് വെള്ളം കുറേശ്ശെ ഒഴിച്ച് ചപ്പാത്തിക്ക് എങ്ങനെ കുഴച്ചെടുക്കുന്നോ ആ രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഒത്തിരി കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ ഒത്തിരി അങ്ങ് ഒട്ടുന്നു എന്ന് കാണുവാണെങ്കിൽ ജസ്റ്റ് കൈ അങ്ങ് ഒന്ന് ആട്ടിലൊന്ന് മുക്കി കൊടുക്കുക കേട്ടോ. ഇവിടെ നല്ലതായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് ഈ രീതി വേണം കുഴച്ചെടുക്കാനായിട്ട്. എന്നിട്ടൊരു 4-5 മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കണം. കാരണം ഇത് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പൊങ്ങി വരണം. ചൂടുള്ള സ്ഥലത്താണെങ്കിൽ 4-5 മണിക്കൂർ വെച്ചാൽ മതി. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അതനുസരിച്ച് സമയത്ത് അധികത്തി വെക്കുക കേട്ടോ. അങ്ങനെ നമുക്കിതിനെ മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു 5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കേട്ടോ മാവ് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ മാവ് വരും. ഇപ്പോൾ മൈദയിലാണെങ്കിൽ ഇത് കുറേ നല്ലതായിട്ട് അങ്ങ് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്നും കൂടെ നല്ലതായിട്ട് ഇതങ്ങ് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോൾസ് ഉണ്ടാക്കിയെടുക്കത്തില്ല, ഉരുളകളാക്കി എടുക്കത്തില്ല, ആ രീതി നമുക്ക് ഉരുളയാക്കി എടുക്കാം. പൂരിയേക്കാളും വലിപ്പത്തിൽ, ചപ്പാത്തിയുടെയൊക്കെ ആ ഒരു വലിപ്പത്തിൽ വേണം നമ്മളിതിനെ ഉണ്ടയാക്കി എടുക്കാനായിട്ട്. കണ്ടോ, ഈ ഒരു വലിപ്പത്തിൽ വേണം നമ്മളിതിനെ ഓരോ ഉരുളകളാക്കി എടുക്കാനായിട്ട്. അങ്ങനെ നമുക്ക് മാവെല്ലാം ഉരുളകളാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് പൊടിയിൽ മുക്കി അങ്ങ് പരത്തിയെടുക്കരുത് കേട്ടോ. കുറച്ച് പൊടി ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് മാത്രം ഇതിനെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇത് തിന്നായിട്ടും പരത്തിയെടുക്കല്ലേ. ഇത് കുറച്ച് കട്ടിക്കായിട്ട് തന്നെയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. പൂരിയെ പോലെ ഒത്തിരി നൈസായിട്ട് ഇതിനെ അങ്ങ് പരത്തിയെടുക്കല്ലേ. അങ്ങനെയാണെങ്കിൽ അതങ്ങ് പൊട്ടിയും പോകും. അതുമല്ല നമ്മളിത് പൊളിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു കുറച്ച് കട്ടിക്കിരിക്കണം. അപ്പോൾ കണ്ടോ, ഈ ഒരു കട്ടി വേണം നമുക്കിതിനെ പരത്തിയെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഷേപ്പ് വേണമെങ്കിൽ പാത്രം വെച്ച് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു കട്ടിയിലാണ് ഞാൻ പരത്തി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അന്നേരം തന്നെ പരത്തി അന്നേരം തന്നെ എണ്ണ ചൂടാക്കി ചുട്ടങ്ങ് എടുക്കാം കേട്ടോ. അത് പരത്തി ഒത്തിരി സമയം വെച്ചേക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. ഓരോന്നായിട്ടിട്ട് നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ എണ്ണ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം ഇതിങ്ങനെ കുമ്പള പോലെ ഇതുപോലെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് പൊങ്ങി വരും. ആ സമയത്ത് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്ക് നല്ലതായിട്ട് ഇതങ്ങ് പൊങ്ങി വരും. എന്നിട്ട് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ പൂരിയൊക്കെ എങ്ങനെ നമ്മൾ വറുത്ത് കോരി എടുക്കുന്നത് അതേ രീതി തന്നെയാണ് നമുക്കിതിനെ വറുത്തെടുക്കാം.
ബട്ടൂരയെല്ലാം ഇവിടെ ഞാൻ വറുത്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, അത് തണുത്ത് കഴിഞ്ഞിട്ടും ഇതിങ്ങനെ കുമിളിച്ച് തന്നെ നിൽക്കും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ബട്ടൂര വന്നിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇത് മുറിച്ച് കാണിച്ചു തരാം. ഇത് മുറിച്ച് കാണിക്കുമ്പോൾ കണ്ടില്ലയോ, എൻ്റെ അഹമൊക്കെ നല്ല ലെയറായിട്ട് നല്ല രീതിയിൽ തന്നെ കേട്ടോ. നല്ല ടേസ്റ്റും ഇത് കേട്ടോ. നമുക്ക് കറിയൊന്നുമില്ലാതെ തന്നെ ഇത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. അതുപോലെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.